ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കീമ മസാലയാണ്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്തുണ്ടാക്കുന്ന കീമ മസാല. ഇത് ചപ്പാത്തി, പൂരി, ഭട്ടൂര, നാൻ, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കീമ മസാലയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. ഇതിൽ പൊട്ടാറ്റോ ഒക്കെ ചേർക്കുന്നുണ്ട്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനൊരു തെർമോമിക്സ് ഹോം അപ്ലയൻസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. തെർമോമിക്സ് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ് ഹോം അപ്ലയൻസ് ആണ്. ഇതിൽ ബ്ലെൻഡിങ്ങും കുക്കിങ്ങും നമ്മുടെ മാവ് കുഴയ്ക്കലും എല്ലാ പണിയും ഒരുമിച്ച് ചെയ്ത് കുക്ക് ചെയ്ത് ഡിഷായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ 1 മണിക്കൂറിൽ ഒരു മെയിൻ ഡിഷും 2 വെജിറ്റബിൾ സൈഡ് ഡിഷും ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പ്, പിന്നെ ഒരു ബ്രെഡ്, ഒരു സോസ്, ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ എല്ലാ ഐറ്റംസും റെഡി ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാമല്ലോ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി. ഐറ്റം വളരെ എക്സ്പെൻസീവാണ്. 2500 താഴെ വരും സിംഗപ്പൂർ ഡോളേഴ്സ്. ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു കുക്കിംഗ് അപ്ലയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ കുക്ക് ചെയ്യണവർക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. എന്നാലും ബിസിനസ്സൊക്കെ തുടങ്ങണവർ, വീട്ടിൽ നിന്ന് ചെറിയ ബിസിനസ്, ഹോം ബിസിനസ് ഒക്കെ തുടങ്ങണവർ, അങ്ങനത്തെവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് ടൈം ലാഭിക്കാം. എല്ലാം അതിൽ തന്നെ കിട്ടും. പിന്നെ ഓരോ മൈക്രോ ചിപ്പ് കിട്ടും. റെസിപ്പീസ് ആ ഒരു സർക്കിൾ കണ്ടില്ലേ, തെർമോമിക്സിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്, അതൊരു റെസിപ്പി ചിപ്പാണ്. ഓരോ റെസിപ്പിക്കും ആ ചിപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ സ്ക്രീൻ ഡിസ്പ്ലേയിൽ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഐറ്റംസ്, അതുപോലെ ഇതിൽ വെയിങ് മെഷീനും ഒക്കെ ഇതിൽ തന്നെയാണ്. വെയിങ് മെഷീന് വേറെ വേണ്ട, മിക്സി വേറെ വേണ്ട, സ്റ്റോവ് വേറെ വേണ്ട, പിന്നെ മാവ് കുഴയ്ക്കേണ്ട, ഇതൊക്കെ ഈ ഒരു ജാറിൽ തന്നെ ചെയ്ത് കിട്ടും. പിന്നെ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. നല്ല ഫണ്ണായിരുന്നു. ക്ലാസ് കൂടുതലും കാണാൻ ഇവിടുത്തെ സിംഗപ്പൂരിയൻസ് ആയിരുന്നു. പക്ഷേ ഒരുപാട് റെസിപ്പീസ് ഇതിൻ്റെ കൂടെ കിട്ടും. മൈക്രോ ചിപ്പും കിട്ടും. ഒരു 150 റെസിപ്പിയോളം മൈക്രോ ചിപ്പിൽ കിട്ടും. അത് നമുക്ക് ഇന്ത്യൻ റെസിപ്പീസ് വേണമെങ്കിൽ ഇന്ത്യൻ റെസിപ്പീസ് കിട്ടും. ഏഷ്യൻ റെസിപ്പീസ്, വെസ്റ്റേൺ റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ബുക്കും ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഷെയർ ചെയ്തതാണ് കേട്ടോ, അങ്ങനെ തെർമോമിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. കീമ മസാല. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 600 ഗ്രാം കീമ, മിൻസ്ഡ് ബീഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മട്ടൺ ഉപയോഗിക്കാം. ഇത് നമുക്കൊന്ന് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ പോവാണ്. വിനെഗർ എല്ലായിടത്തും ഒന്ന് കൈകൊണ്ട് ഒന്ന് പതുക്കനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ട് ആ കീമയുടെ ആ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മണമൊക്കെ പോയി കിട്ടും. എന്നിട്ട് പതുക്കനെ ഈ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് റിൻസ് ചെയ്തെടുക്കാം ജെൻറ്റിലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കീമ ഒന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ആ സ്മെൽസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ചെറിയ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 സവാള നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു വലിയ പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം വരും ഇത് ചോപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ സവാളയും പച്ചമുളകും കൂടി ഒരുമിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു 3 കഷ്ണം ചോപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു 3 ടീസ്പൂണോളം ഏകദേശം വേണ്ടി വരും. അത്രയും തന്നെ വെളുത്തുള്ളി ഒരുമിച്ച് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് മിൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ, വലിയൊരു ചീനച്ചട്ടി പോലത്തത്, അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ഓയിൽ. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു മട്ടിക്കുന്ന ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് കീമയ്ക്ക്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മുടെ സവാളയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കളറൊക്കെ ഒന്ന് നന്നായി ബ്രൗണായി വരണം. ഇതുപോലെ സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇഞ്ചിയും കൂടി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി.
കണ്ട വഴറ്റി നന്നായി അത് ഇങ്ങനെ ചുരുങ്ങി കളറൊക്കെ ഇങ്ങനെ ഡാർക്കായി വന്നിട്ടുണ്ട്. പക്ഷെ ബ്രൗൺ ആയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കീമ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വഴറ്റി സവാള ഇഞ്ചി മിക്സ്ചറിലേക്ക് കീമ നന്നായിട്ട് ഒരേപോലെ എല്ലായിടത്തും മിക്സ് ആയി കിട്ടണം. എന്നിട്ട് നമുക്ക് പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. 2 വലിയ പൊട്ടാറ്റോസ് വലിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത് ഇതുപോലെ അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇടാം. ആദ്യം തന്നെ കൂടുതൽ ഉപ്പ് ഇടരുത്, അല്ലെങ്കിൽ കൂടി പോകും. 1/2 ടീസ്പൂൺ ആദ്യം ഇടാം, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അവസാനം ഇടാൻ പറ്റും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും നമ്മുടെ കീമയിൽ നിന്ന്. ആ കൂടുതലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതൊന്ന് വറ്റി പോകണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത്. നോൺ സ്റ്റിക്ക് പാനാണ് ഇതിന് നല്ലത്. അപ്പോൾ കൂടുതലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. 2 വലിയ ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു പിടി മല്ലിയില അത് പിച്ചിക്കൂട്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും ഒന്ന് ചെറുതായി കീറി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സെൻറ്റ് കിട്ടും. 2 ടൊമാറ്റോസ് ആഡ് ചെയ്തു. അതിൻ്റെ ഒപ്പം 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു വലിയ കൈപ്പിടി ചെറി ടൊമാറ്റോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഓൾറെഡിയാണ് ഇട്ടുന്നത്. ഇത് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രേപ്പ് ചെറി ടൊമാറ്റോസാണ്. അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഒറ്റയ്ക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഡയറ്റിംഗ് ഒക്കെ ആയ പിന്നെ ഈ ടൊമാറ്റോസ് ഇടയ്ക്ക് വെറുതെ എടുത്ത് കഴിക്കും. അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ ടൊമാറ്റോസ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ ആ പച്ചമണ്ണൊന്നും മാറിയാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, 120 മില്ലിയാണ്. വെള്ളം കൂടുതൽ വേണ്ട. കീമ എന്ന് പറഞ്ഞാൽ കീമ മസാല എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം പാടില്ല. ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടേണ്ടത്. പിന്നെ ഇത് മൂടി വെച്ച് ഏറ്റവും ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് ആ ചെറിയ തീയിൽ തന്നെ ഇത് കുക്കായി കിട്ടണം. പൊട്ടാറ്റോസൊക്കെ വെന്ത് പാകത്തിനാവണ വരെ. ചെറിയ ടൊമാറ്റോസ് അങ്ങനെ കിടന്ന് സോഫ്റ്റായി വരും. നമ്മളതൊന്നും ഉടച്ചു കൊടുക്കണ്ട, അതങ്ങനെ തന്നെ കിടന്നാൽ മതി. അപ്പോൾ ഒരു പൊട്ടാറ്റോ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ആവേണ്ടതാണ്. ചെറിയ തീയിൽ വെച്ച് പൊട്ടാറ്റോസ് വെന്ത് കഴിഞ്ഞാൽ കീമയും കറക്റ്റായിരിക്കും, പാകമായിരിക്കും. അപ്പോൾ പൊട്ടാറ്റോസും കീമയും രണ്ടും കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല, എൻ്റെ നാടൻ കറി മസാലയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. ഇത് ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി മല്ലിയില, ഫ്രഷ് മല്ലിയില ഏറ്റവും അവസാനം ചേർക്കുന്നത് വളരെ നല്ലതാണ്. മൂടി വയ്ക്കാം സെർവ് ചെയ്യുന്നത് വരെ. ഇത് ചപ്പാത്തി അല്ലെങ്കിൽ ഭട്ടൂര, പൂരി, ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. പുലാവിൻ്റെ ഒക്കെ കൂടെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ പൊട്ടാറ്റോസ് പ്രത്യേകിച്ചും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കീമയുടെ കൂടെ പൊട്ടാറ്റോസ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.